ദേശീയ ഗെയിംസിലെ ട്രയാത്തലൺ മത്സരങ്ങൾ നടക്കുന്നത് മരണക്കയത്തിൽ. മണലെടുപ്പ് മൂലം അഗാധഗർത്തങ്ങളായ വെള്ളായണിക്കായലാണ് മത്സരത്തിനായി ദേശീയ ഗെയിംസ് അധികൃതർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ മത്സരം നടത്തുന്നത് അപകടമാണെന്ന പഞ്ചായത്ത് അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഗെയിംസ് സംഘാടകർ മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ ഗെയിംസിലെ ട്രയാത്തലൺ മത്സരത്തിലെ നീന്തൽ നടക്കുന്ന വെള്ളായണിക്കായലിന്റെ മുന്നിൽ ജില്ലാ കളക്ടർ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണിത്. 750 മീറ്റർ വീതം മുമ്പോട്ടും തിരിച്ചും നീന്തി 1500 മീറ്റർ പൂർത്തിയാക്കിയ ശേഷം അത്ലറ്റുകൾ അടുത്ത ഇനമായ സൈക്ലിംഗ് ആരംഭിക്കുന്നതാണ് ട്രയാത്തലൺ മത്സരം. ഈ മത്സരം നടക്കുന്ന വെള്ളായണിക്കായൽ മണൽവാരി അഗാധഗർത്തങ്ങൾ ആയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ മത്സരം നടത്തുന്നതിന്റെ അപകടം വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്ന കല്ലിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ദേശീയ ഗെയിംസ് അധികൃതരെ അറിയിച്ചിരുന്നു. കായൽ അപകടകരമാണ്. കായലിൽ വൻ മണൽ കോരിയ വൻ കുഴികൾ കായലിലുണ്ട്. നിരവധി ആളുകൾ 10-35ഓളം പേര് ഈ വെള്ളായണിക്കായലിൽ ഈ മണൽക്കുഴികളിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ നേവിയിലെ ഒരു മുങ്ങൽ വിദഗ്ധൻ വരെ ഈ മണൽക്കുഴിയിൽ അകപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വരുന്നവരെല്ലാം വലിയ വിദഗ്ധരായ നീന്തൽ വിദഗ്ധന്മാരാണ്, അതുകൊണ്ട് ഇത്തരം കുഴികളൊന്നും അവർക്ക് വിഷയമല്ല എന്ന് ഇതിൻ്റെ സംഘാടകരായ എക്സ്പെർട്ടായ ആളുകൾ പറഞ്ഞു. ഇത്രയും വിചിത്രമായ മറുപടിയാണ് ദേശീയ ഗെയിംസ് അധികൃതരിൽ നിന്നും പഞ്ചായത്ത് അധികൃതർക്ക് ലഭിച്ചത്. മണലൂറ്റി ഉണ്ടായ കയങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയിട്ടും ഇവിടെ തന്നെ ദേശീയ ഗെയിംസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അധികൃതരുടെ നടപടി അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പല ഭാഗങ്ങളിലും കുളവാഴയും പായലും വളർന്നു കിടക്കുന്നുമുണ്ട്. ദേശീയ ഗെയിംസിനായി കേരളത്തിലെത്തുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച കായിക താരങ്ങൾക്ക് വെള്ളായണിക്കായലിലെ മത്സരമാകും ജീവൻ മരണ പോരാട്ടം. എന്നാൽ അത് മെഡലിന് വേണ്ടിയുള്ള പോരാട്ടമല്ല എന്ന് മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ അനീഷ് BS-നൊപ്പം സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.